എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു സ്നാക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ഖമീറ ചിക്കൻ ഖമീറ. അപ്പോൾ ഖമീറ എന്ന് പറഞ്ഞത് ഒരു ബ്രെഡാണ്. ഖമീറ ബ്രെഡ് എന്ന് പറയുന്നത് ഒരു അറബിക് ബ്രെഡാണ്. അതിനകത്ത് നമ്മൾ ചിക്കൻ്റെ ഒരു ഫില്ലിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഈസ്റ്റ് പൊങ്ങാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പാലിന് ചൂട് കൂടിപ്പോവരുത്. ഇനി പാല് വേണമെന്ന് നിർബന്ധമില്ല, വെള്ളമായാലും മതി, ഇളം ചൂടുള്ളതായിരിക്കാൻ മതി. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, അതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നിട്ടുണ്ട്. ഇനി ഞാനതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബ്രെഡല്ലേ, അപ്പോൾ നമുക്ക് മൈദ ആവശ്യമുണ്ട്. 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്. അത് നമ്മൾ ഈ ഒരു ഈസ്റ്റിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ചെയ്യേണ്ടത് ഈ ഒരു മിക്സ് നമ്മൾ ഈ ഒരു മൈദയിലേക്ക് ഒഴിച്ചിട്ട് പതുക്കെ കുഴച്ചെടുക്കുക. ഇനി ഒരു ടീസ്പൂൺ ഓളം വെള്ളം കൂടെ ചേർക്കാനുണ്ടാവും. അത് നിങ്ങൾ നോക്കുക, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പരുവം എന്ന് പറയുന്നത് ചപ്പാത്തിയുടെ അത്ര തിക്നെസ് വേണ്ട, അതിനെക്കാട്ടി ഒന്നുകൂടെ സോഫ്റ്റായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളത് കുഴച്ചെടുക്കുക. ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ടുള്ളൊരു പരുവത്തിലാണ് നമുക്കത് വേണ്ടത്. നിങ്ങൾ വീഡിയോ നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പരുവത്തിൽ മതി. അപ്പോൾ ഇത്രയായതിനു ശേഷം നല്ലപോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കുക. ഓയിൽ കേട്ടോ, സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഏതെങ്കിലും മതി. അത് തേച്ചിട്ട് ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തൊരു ഫില്ലിംഗ് ഉണ്ട് ചിക്കൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പീസസ് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീരി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് ഉപ്പും, അതുപോലെ കുറച്ച് ചെറുനാരങ്ങ നീരും. അപ്പോൾ നിങ്ങൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീരും എടുക്കുക. ഇതൊരു 150 ഗ്രാം ചിക്കനേ ഉള്ളൂ. എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം അപ്പോൾ എനിക്ക് കുറച്ച് മുളക് പൊടി കുറവാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒന്ന് ടേസ്റ്റ് ഉണ്ടായിക്കോളുമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അതൊന്ന് കുറച്ച് നേരം 1/2 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചതാണ്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ പീസസ് എല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പീസസൊക്കെ നമുക്കിവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നൊന്ന് പിച്ചിയിടുക. ഇത്ര വലിയ പീസിൽ എന്തായാലും വെക്കണ്ട. അപ്പോൾ ഒന്നൊന്ന് പിച്ചിയിടുക. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് പിച്ചിയെടുത്ത് കഴിഞ്ഞാൽ അതായി. ഇനി അതിനകത്തേക്ക് ഒരു ചെറിയൊരു മസാലക്കൂട്ട് തയ്യാറാക്കാനുണ്ട്. അതിന് കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. അതായത് ഒരു സവാളയോ അല്ലെങ്കിൽ 2 സവാളയോ എടുക്കുക. അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് ഉപ്പാണ്. അതും ചേർത്തിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും വഴയേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ പീസസ് ഇല്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി 1-2 കാര്യങ്ങളും കൂടെ ചേർക്കാനേ ഉള്ളൂ. ഇതൊന്നും അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഇതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വേരിയേഷൻസൊക്കെ നിങ്ങൾക്ക് വരുത്താം. ഇതൊരു രീതിയിൽ നിന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇതിവിടെ കൂട്ട് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പൊങ്ങാൻ വെച്ചില്ലേ, അതിവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൊത്തത്തിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് കുഴച്ച് എടുക്കുക. ഇതൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് അഥവാ സ്റ്റിക്കി ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇത്തിരി മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി.
അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിതൊരു പലക, പരത്തുന്ന പത്തിരിയൊക്കെ പരത്തുന്ന ഒരു പലകയുടെ പുറത്ത് വെച്ചിട്ട് നമ്മളത് കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ വലിപ്പം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വളരെ ചെറുതായിട്ടാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു വലിപ്പത്തിന് നിങ്ങൾ മുറിച്ചെടുക്കുക. കുറച്ച് വലുതായിട്ടാണ് നിങ്ങൾക്ക് ബ്രെഡ് ആവശ്യമെങ്കിൽ ആ രീതിയിൽ മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 7 പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ സ്വന്തം അഭിപ്രായം പ്രകാരം ചെയ്തെടുക്കുക. ഇപ്പോൾ അതെല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ഇത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിലിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. ഒരു റൗണ്ട് ഷേപ്പിലോ ഒരു ഓവൽ ഷേപ്പിലോ ഒക്കെ നിങ്ങൾക്ക് അത് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് തിക്നെസ് വേണം എന്നുള്ളതേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. പറ്റ പരന്ന രീതിയിൽ നമ്മളാക്കരുത്. കുറച്ചുണ്ടല്ലേ ഇപ്പോൾ ഈ ഒരു ഷേപ്പ് നോക്കി നോക്കുമ്പോൾ നിങ്ങൾ കുറച്ച് തിക്നെസ്സിലല്ലേ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ നിങ്ങൾ എടുക്കുക. നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റിയാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി അതല്ല ഇത്തിരി ഷേപ്പും കുഴപ്പമുണ്ട് വിചാരിച്ചൊന്നും ഒരു കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ നിങ്ങളത് ഷേപ്പ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നും ഒന്ന് മുട്ടയിൽ മുക്കിയെടുക്കുക. അതുപോലെ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് തട്ടിയും എടുക്കുക. മനസ്സിലായല്ലോ? ആദ്യം ഷേപ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് തട്ടിയെടുക്കുക. എല്ലാ സൈഡിലും നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഒന്ന് തട്ടിയെടുക്കുക. ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ തന്നെ. ഇപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഫ്രൈ ചെയ്തെടുക്കുമ്പം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പതുക്കെ. കാരണം ബ്രെഡ് ക്രംസ് പെട്ടെന്ന് മുരിയല്ലോ, നിങ്ങൾക്കറിയാലോ. എന്നാൽ അകത്തെ മൈദ വേവുകയില്ല. എന്നാൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ്സ് നമുക്ക് കിട്ടും. കണ്ടല്ലോ കമീറ ബ്രെഡ്സ്, നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ്സാണ്. ഷേപ്പ് ഇത്തിരി കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായി ചെയ്താൽ മതി. ഇനി അതൊന്ന് മുറിക്കുക. ഈ ബ്രെഡ് ഓരോന്നും നമ്മൾ മുറിക്കുമ്പം 2 പീസായിട്ട് നിങ്ങൾ മുറിച്ചെടുക്കരുത്. ഒരു വിടവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കണ്ടില്ലേ, ഒരു സൈഡ് അവിടെ തന്നെ വേണം. ഇനി നമ്മളതിനകത്തേക്ക് കുറച്ച് മയണൈസ്, അത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയതോ റെഡിമെയ്ഡായിട്ട് വാങ്ങിയത് എങ്ങനെയായാലും കുഴപ്പമില്ല, കുറച്ച് മയണൈസ് ചേർത്ത് കൊടുക്കുക, തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ടില്ലേ, ചിക്കൻ്റെ കൂട്ട്, അത് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുക. അപ്പോൾ അതിൽ ചിക്കൻ പീസസ് കൂടുതൽ വരുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ്, ടൊമാറ്റോ സോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ ഉൾപ്പെടുത്താം. ഇതേ രീതിയിൽ നമ്മൾ ഓരോ ബ്രെഡും ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരൊറ്റ എണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. അപ്പോൾ നല്ല ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. സ്കിപ്പ് ചെയ്ത് വിടരുത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് തരണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പിന്നെയും പറയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുകയും കൂടെ വേണം. ഓക്കെ, താങ്ക് യു.